നന്ദി പ്രിൻസി, 1000 നന്ദി. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. കഴിഞ്ഞ ഗോട്ട് റോസ്റ്റ് എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ പറഞ്ഞിരുന്നു കങ്കുവ റോസ്റ്റ് ചെയ്യണമെന്ന്. ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് കരുതി ടെലിഗ്രാമിൽ കയറി ഡൗൺലോഡ് ചെയ്തു. പടം കാണാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് കങ്കുവയല്ല കടുവയാണെന്ന്. എന്നാൽ പിന്നെ കടുവയെങ്കിൽ കടുവ എന്ന് പറഞ്ഞ് ഞാൻ അതിരുന്നങ്ങ് കണ്ടു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പൃഥ്വിരാജ് നാടുവാഴികൾ കണ്ട ആവേശം മൂത്തിട്ട് നേരെ ഷാജി കൈലാസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ അതുപോലൊരു സിനിമ ഉണ്ടാക്കണമെന്ന്. അതാണ് സിംഹാസനം. സിംഹാസനത്തെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, അതിൻ്റെ റോസ്റ്റ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഫീൽഡ് ഔട്ടായി സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഇരുന്ന ഷാജി കൈലാസിനെ പൃഥ്വിരാജ് വീണ്ടും വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് കോട്ടയം കുഞ്ഞച്ചൻ പോലൊരു പടം എടുക്കണമെന്ന്. ഉടനെ ഷാജി കൈലാസ് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നീ ഒന്ന് ചുമ്മാതിരി, നിനക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കുത്തിക്കഴപ്പ് തോന്നും, എന്നിട്ട് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഒടുക്ക ഊക്ക് കിട്ടുന്ന മുഴുവൻ എനിക്ക്. ശരിക്കും ദൈവമാണ് എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കിങ് ഓഫ് കൊത്ത റോസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇനി ആന വാപൊളിക്കുന്ന കണ്ടിട്ട് അണ്ണാൻ വാപൊളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് താന്തോന്നി പ്രോമാക്സ്, ഓൾസോ നോൺ ആസ് കടുവ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് കോട്ടയം ജയിൽ കാണിച്ചുകൊണ്ടാണ്. അവിടേക്ക് പുതിയൊരു തടവുകാരൻ വരുന്നു. ആരാടാ നിന്റെ നാട്ടിലൊരു കുര്യൻ? കുര്യനോ? ആ, കുര്യൻ കോരുത്. നാട്ടിലേക്ക് മറ്റൊരു പേരൂടുണ്ട്, ഒരു വിളിപ്പേര്, കുരിയാച്ചൻ. കടുവാക്കുന്തേ കുരിയാച്ചൻ. ആ പേര് പറയുമ്പോൾ മാത്രമല്ല ശബ്ദത്തിനൊരു വ്യത്യാസം. നിങ്ങൾ വിചാരിക്കും ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒന്ന് വെയിറ്റ് കിട്ടിക്കോട്ടെ എന്ന് കയറി നല്ല ബാസ് കൂട്ടിയിട്ട് പറയുന്നതാണെന്ന്. സംഭവം അതൊന്നും അല്ല. ഈ പടം റിലീസിന് മുമ്പ് തന്നെ കോടതിയും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ റിലീസ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അവസാനം നായകൻ്റെ കടുവാക്കുന്നൽ കുറുവച്ചൻ എന്നുള്ള പേര് മാറ്റി കുരിയാച്ചൻ എന്ന് രണ്ടാമത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പടം റിലീസ് ചെയ്യാൻ കോടതിയിൽ നിന്നും അനുമതി കിട്ടിയത്. അതുകൊണ്ടാണ് കുരിയാച്ചൻ എന്ന് പറയുമ്പോൾ മാത്രം ശബ്ദത്തിനൊരു വ്യത്യാസം. സാറിന് 2 ടൈപ്പ് ശബ്ദമുണ്ട്, എനിക്ക് 7 ടൈപ്പ് ശബ്ദമുണ്ട്. സപ്തസ്വരം. താൻ തന്നെ പണി നോക്കണം. അപ്പൊ ഈ കുരിയാച്ചന് ഓൺലി ഫാൻസിൽ മാത്രമല്ല ഫാൻസ് ഉള്ളത്, ജില്ലാ ജയിലിലും ഫാൻസ് ഉണ്ട്. തയ്യക്കാരൻ അന്തോണിയുടെ കടയെ പ്രത്യേകം പറഞ്ഞ് തയ്പ്പിക്കുന്ന ജുബായും നല്ല വടിവൊത്ത ചുട്ടിക്കര മുണ്ടും പിണ്ടിക്കുരിശ് മാലയൊക്കെ ഇട്ട് കുരിശുപള്ളി കവലെ വന്നിറങ്ങുന്ന ഒരു ഇറക്കമുണ്ട് കുരിയാച്ചൻ ചേട്ടന്റെ. കണ്ണെടുക്കാൻ തോന്നുകയല്ല സാറേ. തയ്യക്കാരൻ അന്തോണിയുടെ കടയെ പ്രത്യേകം പറഞ്ഞ് തയ്പ്പിക്കുന്ന ജുബായും നല്ല വടിവൊത്ത ചുട്ടിക്കര മുണ്ടും പിണ്ടിക്കുരിശ് മാലയൊക്കെ ഇട്ട് കുരിശുപള്ളി കവലെ വന്നിറങ്ങുന്ന ഒരു ഇറക്കമുണ്ട് കുരിയാച്ചൻ ചേട്ടന്റെ. സാറ് കേട്ടോണം, ഈ ഞാൻ തൊട്ട് കുടമറ്റത്തും പാലായിലുള്ള പോട്ടി പിള്ളേർക്ക് വരെ കൺകണ്ട ഹീറോയാ കുരിയാച്ചൻ ചേട്ടൻ. കൺകണ്ട ദൈവം എന്നായിരിക്കില്ല, കണ്ണടിച്ചു കളഞ്ഞ ദൈവം എന്നായിരിക്കും. ഷോ എൻ്റെ ദൈവമേ, എന്തുവാ ഇത്? ഈ പടം കണ്ടു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോവുമല്ലോ. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന നീല ബൾബ് മൊത്തം മേടിച്ചുകൊണ്ട് വന്ന് ഫ്രെയിമിനകത്തങ്ങ് കുത്തി കയറ്റി വെച്ചേക്കുക. എന്നാൽ പിന്നെ ഈ പടത്തിന് നീല വെളിച്ചം എന്ന് പേരിട്ടാ പോരായിരുന്നു. എന്തായാലും അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു ബ്ലൂ ഫിലിം ഞാൻ കണ്ടിട്ടില്ല. കൂടെ ആരുമില്ലാന്ന് തോന്നിയാൽ, എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ തല ഉയർത്തി നോക്കാം. അതെന്റെ കടുവ സിനിമ ഇട്ടേക്കുന്നതാണ്. വന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം.
ഭക്തലക്ഷങ്ങളുടെ കണ്ണിൽ വെളിച്ചവും മനസ്സിൽ പ്രകാശവുമായി മകരവിളക്ക്. പൊന്നമ്പലമേടിന്റെ ആകാശത്ത് മിന്നിത്തെളിഞ്ഞ മകരജ്യോതിയും മലമടക്കിൽ ജ്വലിച്ചുയർന്ന വിളക്കും ഉള്ളിലേറ്റി അവർ മലയിറങ്ങി. ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ടവർ ഷോ കഴിഞ്ഞപ്പോഴേക്കും വാസനായി കെയറിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുമല്ലോ. എന്നാലും എൻ്റെ ഷാജി അണ്ണ, നിങ്ങളിത് എത്ര വർഷമായിട്ട് സിനിമ എടുക്കുന്നതാ? എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ളതാ? എന്നിട്ടും ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ആ ക്യാമറയുടെ ലെൻസ് ഒരു അടുക്കള തുണിയെങ്കിലും വെച്ച് തുടയ്ക്കണമെന്ന് അറിയാൻ മേലേ? ഇനി അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? ഇതിപ്പോൾ ഗ്ലെയർ അടിച്ചിട്ട് പടം കാണാൻ വയ്യല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. ഇപ്പൊ ഓക്കെ. സഹോദരി, കടുവ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കുമോ? അപ്പൊ ഷാജി കൈലാസിന്റെ സിംഹാസനം എന്ന സിനിമയെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആറാം തമ്പുരാൻ, നരസിംഹം, പടയപ്പ, അങ്ങനെ ഏതൊക്കെ പടത്തിൽ നിന്നാണ് അടിച്ചു മാറ്റിയതെന്ന് പുള്ളിക്ക് തന്നെ ഒരു പിടിയില്ല. ഫീൽഡ് ഔട്ടൊക്കെയായി വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മാസ് മസാല എൻ്റർടൈനറുമായി റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോഴെങ്കിലും പഴയ മോഷണമൊക്കെ നിർത്തി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടുന്ന്? ഷാജിയേട്ടൻ ഈ സ്റ്റിൽ അപ്പോൺ ദ കോക്കനട്ട് ട്രീ. தாண்டவங்கள் தீபடிக்க வாலி போல வால் எடுக்க வீர சூர வேட்டையாட போறா அடங்காத கால போல மீச முறுக்கி வாரா கடவுளை போல கப்பவன் இவன் பேராசையை கொள்ளும் சிவனாய் இவன். ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. അല്ല, ഷാജിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പടത്തിൻ്റെ റൈറ്റർ ജിനൂവി എബ്രഹാമും കോപ്പേഡിയുടെ കാര്യത്തിൽ അത്ര മോശമൊന്നുമല്ല. ഈ ജിനൂവി എബ്രഹാമിൻ്റെ ലേറ്റസ്റ്റ് പടമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അതിൻ്റെ കഥയെന്ന് പറയുന്നത് സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പ്രോഗ്രാമിൽ SP ജോർജ് ജോസഫ് പറഞ്ഞ അദ്ദേഹം അന്വേഷിച്ച ഒരു കേസാണ്. അതങ്ങനെ തന്നെ അടിച്ചു മാറ്റി സിനിമയിലാക്കി. അതിൻ്റെ ക്രെഡിറ്റ് തൊട്ട് പുള്ളിക്ക് കൊടുത്തതുമില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് കോപ്പീഡിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. ഈ സിനിമയിലെ കാര്യങ്ങൾ മാത്രം തൽക്കാലം സംസാരിക്കുക. അപ്പൊ കഥ തുടങ്ങുന്നത് മലയാള സിനിമയിലെ ആസ്ഥാന ന്യൂ ജനറേഷൻ സ്ത്രീലമ്പടനായ രാഹുൽ മാധവിൽ നിന്നാണ്. അത് പറയാൻ കാര്യം വേറൊന്നുമല്ല. പടം ഏതുമായിക്കോട്ടെ, ക്യാരക്ടർ ഏതുമായിക്കോട്ടെ, രാഹുൽ മാധവിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടത്തിൽ എന്തെങ്കിലും ഒരു പെണ്ണുകേസ് കാണും. ഫാദർ റോബിൻ പൂവമ്പാറ എന്നൊരു പള്ളിയിലച്ചനായിട്ടാണ് പുള്ളി ഈ പടത്തിൽ അഭിനയിക്കുന്നത്. ആസ് എക്സ്പെക്റ്റഡ് പുള്ളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കൊണ്ട് പള്ളിക്കാരും സഭക്കാരും എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്ക് എന്ത് ശിക്ഷ കൊടുക്കാമെന്ന് ആലോചിക്കും. പൂവമ്പാറ അച്ഛന്റെ പട്ടമെടുത്ത് കളയാൻ ശുപാർശ ചെയ്യാനോ നോക്കുകയില്ല. പകരം വടക്കെവിടോട്ടേലും വല്ല UPക്കോ പഞ്ചാബിനോ മറ്റോ ഒരു പണിഷ്മെന്റ് പോലെ അച്ഛനെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കാം. അന്നേരം ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന ഫാദർ വട്ടശ്ശേരി ചാടിക്കേറി പറയും, അങ്ങനെയാണേ പിതാവേ, പൂവമ്പാറ അച്ഛനെ വടക്കോട്ടൊന്നും വിടണ്ട. പകരം ഞാൻ പറയുന്ന ഇടവകയിലോട്ട് മാറ്റിയാ മതി. പാല കുടമറ്റം പള്ളി. എടാ, ഈ കുടമറ്റം പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ കുരിയാച്ചന്റെ ഇടവകയാടാ. ഇപ്പൊ കണ്ട രംഗം ഓർത്തു വെച്ചോണം. ഈ സിനിമയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീനാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ നമ്മുടെ കുരിയാച്ചൻ ആളൊരു വ്യത്യസ്തനാണ്. സാധാരണ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ പെട്ടെന്ന് വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവും. അതും അല്ലെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും എണീക്കുന്നത്. പക്ഷേ കുരിയാച്ചൻ അങ്ങനല്ല. നല്ല സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുരിയാച്ചനെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ കട്ട ചെളി അടിച്ചു കളയും. എഴുന്നേക്ക്, ദേ വയനാട്ടിൽ നിന്ന് ഒരാൾ കാണാൻ വന്നേക്കുന്നു. വയനാട്ടിൽ നിന്നോ? വയനാടൊക്കെ വലിയ ദൂരമല്ലോ. നീ അവിടെ പോയിട്ട് അടുത്തൊന്നും എവിടെന്നേലും വരാൻ പറ. എന്തൊരു ചളിയാടോ, പൊത്തുവാ ചളിവാരി. ഇതെനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. കാര്യം വലിയ തമാശക്കാരനൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ ഭക്തിയും ദൈവഭയവുമുള്ള തികഞ്ഞ ഒരു വിശ്വാസി കൂടിയാണ് കുരിയാച്ചൻ ചേട്ടൻ. അതുകൊണ്ട് പുള്ളി പള്ളി കയറി പള്ളിയിലച്ഛനെ പള്ളക്കി പിടിക്കും. കുരിയാച്ചൻ പ്ലാൻഡർ. അച്ചോ, കത്തനാരാന്നൊന്നും നോക്കുകയല്ല, കത്തിച്ചു കളയും ഞാൻ, കേട്ടോ. ആദ്യം ഇയാളുടെ ഇടവകയിലെ ചവറെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക, എന്നിട്ട് പോരെ കത്തനാരെ കത്തിക്കുന്നത്.
അപ്പൊ ഈ കുരിയാച്ചന്റെ ഇടവും വലവും നടക്കുന്ന ആളുകളാണ് അഡ്വക്കേറ്റ് കോരയും വർക്കിച്ചനും. അല്ല, ഈ ചെറുക്കനെതിരെ കുരിയാച്ചനോടുള്ള ചെറുക്ക് തീർന്നില്ലേ? എവിടെന്ന് അവൻ ഇപ്പോഴും വിചാരിക്കുന്ന കുര്യാച്ചന്റെ അനിയത്തിന്റെ ഇനി അവനിൽ നിന്ന് കിട്ടിയത് കുര്യാച്ചനാണ്. ആ പെങ്കൊച്ചിന് പ്രവർത്തകരും ഡോക്ടർ പയ്യനുമായിട്ട് നേരത്തെ മുതലുള്ള ഇഷ്ടം. അവൾ അവനെയും കിട്ടി അയറിൽ നിന്ന് പറക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ ചെറുപ്പം മുതൽ ഇവർ ഒന്നിച്ച് കളിച്ചു വളർന്നവരായോണ്ട് അവൾ ഇവനോട് കുറച്ച് സ്വാതന്ത്ര്യം കാണിച്ചു വളർന്നവരാ. അത് ഈ മന്ദം പ്രേമം തിരിച്ചരിച്ചു. ഒടുക്കം പഴി മുഴുവൻ കുര്യാച്ചനും. ഇപ്പൊ തരം കിട്ടുമ്പോഴൊക്കെ അവനെ കൊണ്ടാവുമ്പോൾ കുര്യാച്ചനെ തോപ്പിക്കാൻ നടക്കുക. അല്ല, ഈ കഥയൊക്കെ നിങ്ങൾ രണ്ടുപേർക്കും പണ്ട് തൊട്ടേ അറിയാവുന്നതല്ലേ? പിന്നെ അതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? സ്പൂൺ ഫീഡിങ്, പ്രേക്ഷകന് കഥ പറഞ്ഞു കൊടുക്കുന്നതാ. അല്ല, ഈ ചെറുക്കനെതിരെ കുര്യാച്ചനോടുള്ള ചെറുക്ക് തീർന്നില്ലേ? എവിടെന്ന് അവൻ ഇപ്പോഴും വിചാരിക്കുന്ന കുര്യാച്ചന്റെ അനിയത്തിന്റെ ഇനി അവനിൽ നിന്ന് കിട്ടിയത് കുര്യാച്ചനാണ്. ആ പെങ്കൊച്ചിന് പ്രവർത്തകരും ഡോക്ടർ പയ്യനുമായിട്ട് നേരത്തെ മുതലുള്ള ഇഷ്ടം. അവൾ അവനെയും കിട്ടി അയറിൽ നിന്ന് പറക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ ചെറുപ്പം മുതൽ ഇവർ ഒന്നിച്ച് കളിച്ചു വളർന്നവരായോണ്ട് അത് ഈ മന്ദം പ്രേമം തിരിച്ചരിച്ചു. ഒടുക്കം പഴി മുഴുവൻ കുര്യാച്ചനും. ഇപ്പൊ തരം കിട്ടുമ്പോഴൊക്കെ അവനെ കൊണ്ടാവുമ്പോൾ കുര്യാച്ചനെ തോപ്പിക്കാൻ നടക്കുക. അപ്പൊ വിവേക് ഒബ്രോയെ അവതരിപ്പിക്കുന്ന IG ജോസഫ് ചാണ്ടി എന്ന കഥാപാത്രമാണ് ഈ സിനിമയിലെ സോ കോൾഡ് വില്ലൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഇതെന്റെ മോൻ ജോസഫ്, IG ജോസഫ് ചാണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുര്യാച്ചൻ ഒരാവശ്യവും ഇല്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെ ചുമ്മാ ജോസഫ് ചാണ്ടിയെ കയറി അങ്ങ് ചൊറിയും. കുര്യാച്ചനോ എന്നതാ ഈ വഴിക്ക്? ഞാൻ വെറുതെ ചേട്ടത്തെ ഒന്ന് കാണാൻ. ഔസേപ്പുട്ടി തിരിച്ച് ട്രിവാൻഡ്രത്തിന് പോവാണോ? അതെ. ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഈ ജോസഫ് ചാണ്ടിയുടെ മകൻ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയെ നോക്കിയിട്ട് കുര്യാച്ചൻ ജോസഫ് ചാണ്ടിയോട് പറയും, പണവും പ്രതാപവും ഒക്കെ വന്നു കഴിയുമ്പം നമ്മൾ സ്വയം മറക്കും. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ മകന് ഈ രോഗം വന്നതെന്ന്. ഔസേപ്പുട്ടി ഒരു കാര്യം പറയാനുണ്ട്. ഔസേപ്പുട്ടി, പണവും അധികാരവും പദവിയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വയം അങ്ങ് മറന്നുപോകും. ലോകം തന്നെ നമ്മുടെ കാൽച്ചുവട്ടിലാണെന്ന് തോന്നിപ്പോവും. തന്നെക്കുറിച്ച് നല്ലതല്ലാത്തത് പലത് കേട്ടപ്പോഴും ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. ഈ സിനിമ റിലീസായി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തിയേറ്ററിൽ ഈ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടം റിലീസായതിനു ശേഷം അത് വലിയ കോൺട്രവേഴ്സിയായി, വലിയ ഇഷ്യൂ ആയി. ഷാജി കൈലാസും പൃഥ്വിരാജും വരെ സോഷ്യൽ മീഡിയയിൽ മാപ്പ് പറഞ്ഞു. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ജോസഫിനോട് പറഞ്ഞു, അത് കുര്യച്ചൻ പറയരുതായിരുന്നു. അങ്ങനെ പടം റിലീസായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിയേറ്ററിലും പിന്നീട് OTTയിലും ഈ ഡയലോഗ് മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ഉണ്ടായത്. തന്നെക്കുറിച്ച് നല്ലതല്ലാത്തത് പലത് കേട്ടപ്പോഴും ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. ജിനു വി എബ്രഹാമാണ് ഈ സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം എഴുതിയിരിക്കുന്നത്. അല്ല ജിനു, ഒന്ന് ചോദിച്ചോട്ടെ, നായകനെ മാസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡയലോഗ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് പട്ടി കടിച്ചുകൊണ്ട് പോയേക്കായിരുന്നു? മനുഷ്യനായിക്കഴിഞ്ഞാൽ ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? ഈ ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് ഒരു ജനറ്റിക് കണ്ടീഷനാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അല്ലാതെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടൊന്നും അല്ല മക്കൾക്ക് ഇതുപോലെ ഒരു രോഗാവസ്ഥ വരുന്നത്. പടത്തിലെ നായകനാണ് ഈ ഡയലോഗ് പറയുന്നതെന്ന് ഓർക്കണം. ഈ കടുവ എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ എന്തുമാത്രം മാനസിക വിഷമമുണ്ടാകുമെന്ന് ജിനു എബ്രഹാം ചിന്തിച്ചിട്ടുണ്ടോ? എഴുത്തുകാരന് സ്വന്തം സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്നില്ലെങ്കിലും ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓരോ ഊളത്തരങ്ങൾ എഴുതി വെച്ചിട്ട് അതിന് മാസ് BGM കുത്തിക്കയറ്റി നായകനെ കൊണ്ട് പറയിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണം. അതുമല്ലെങ്കിൽ അറ്റ് ദ ലീസ്റ്റ് കുറച്ച് ഉളുപ്പെങ്കിലും വേണം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, സത്യം പറഞ്ഞാൽ ജോസഫ് ചാണ്ടി വില്ലനൊന്നുമല്ല, ആളൊരു മാന്യനാണ്. കുടുംബത്ത് കയറി വന്ന് സുഖമില്ലാത്ത സ്വന്തം മകനെ പറ്റി ഇമാതിരി കൊണച്ച വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരച്ഛനും കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും. പക്ഷേ ജോസഫ് ചാണ്ടി തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കുര്യച്ചൻ അമ്മയെ കാണാമെന്നല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ജോസഫ് ചാണ്ടിയുടെ അമ്മ തെറുതിച്ചേടതി പള്ളിക്ക് ഒരു പിയാനോ സംഭാവനയായിട്ട് നൽകി. ഫാദർ റോബിൻ പൂവമ്പാറ അതെടുത്ത് പള്ളിമേടയിൽ വെച്ചു. അന്നേരം കുര്യാച്ചന് കടി. ആകാശത്തോടെ പോകുന്ന കുന്തം കൈയെത്തിപ്പിടിച്ച് സ്വന്തം കുണ്ടിക്ക് കുത്തുന്ന ശീലമുള്ള കുര്യാച്ചൻ പള്ളിയിലച്ചനെ കയറി ചൊറിയും.
ഏയ് വെക്കവിടെ, ഇതങ്ങോട്ട് കൊണ്ടുപോവാ. സമ്മാനം കിട്ടിയതോ? ആരാ പറഞ്ഞേ? തെറുതി ചേട്ടത്തി പള്ളിക്ക് കൊടുത്താ? അങ്ങനെയാണേ അത് അവര് പറയട്ടെ. അടുത്ത ഞായറാഴ്ച സകല ഇടവക്കാരുടെ മുന്നിൽ വെച്ച് അവരത് പറയും. പിന്നെ ഈ നാട്ടുകാര് അച്ഛനെ വിളിക്കാൻ പോകുന്ന പേര് വേറെ ആയിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ ചെയ്യുക. ചേടാ, ആ പിയാനോ പള്ളിമേടയിലോ പള്ളി സെമിത്തേരിയിലോ കൊണ്ടുവെക്കട്ടെ. ഇയാൾക്ക് എന്തിന്റെ കേട്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ടോ രോമാഞ്ചം നോക്കി. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അപ്പൊ പള്ളിയിലച്ഛൻ കലിപ്പായത് കൊണ്ട് കുരിയാച്ചൻ തെറുതിച്ചേടതിയെ കൺവിൻസ് ചെയ്യാൻ ചെല്ലും. ചെറുതേ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നീ ധൈര്യമായിട്ട് ചെല്ല് കുരിയാച്ച. പിറ്റേന്ന് പള്ളിയിൽ ചെന്ന് കുരിയാച്ചൻ നാട്ടുകാരുടെ മുമ്പിൽ നെഞ്ചും പിരിച്ച് ഷോ കാണിച്ച് നിൽക്കുമ്പോ തെറുതിച്ചേടതി എണീറ്റെന്ന് പറയും. ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധപ്പെടുത്താനുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കരിങ്കണ്ടത്തി തെറുതിച്ചേടത്തി പള്ളിക്കൊരു പിയാനോ തന്നായിരുന്നു. പള്ളി പിരിഞ്ഞപ്പോ പൂവമ്പാറ അച്ഛനത് മേടയില് പുള്ളിക്കാരനെ മുറി കൊണ്ടുപോയി വെച്ചു. ചോദിച്ചപ്പോ ചേട്ടത്തിയത് അച്ഛന് സമ്മാനം കൊടുത്തതാന്നാ അച്ഛൻ പറഞ്ഞത്. അത് അങ്ങനെ ആന്നോ എന്ന കാര്യത്തില് ഒരു വ്യക്തത വരുത്തിയാ കൊള്ളാം. പിതാവേ, ഞാൻ പിയാനോ പള്ളിക്ക് കൊടുത്തതല്ല, അച്ഛന് സമ്മാനം കൊടുത്തതാ. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായി ഊക്കും മേടിച്ച് നാല് നാണം കെട്ട കുരിയാച്ചൻ നേരെ വന്ന് ജോസഫ് ചാണ്ടിയുടെ തന്തയ്ക്ക് വിളിക്കും. അപ്പൊ എങ്ങനെയാ ചേട്ടത്തി, അതങ്ങ് ഉറപ്പിക്കുമല്ലേ? ഈ നിൽക്കുന്ന ഔസേപ്പുട്ടി അടക്കം നിങ്ങളുടെ 3 ആൺമക്കളും കരിങ്കണ്ടത്തി ചാണ്ടിച്ചായൻ ഉണ്ടായതല്ല എന്ന്. എന്നടാ നീ പറഞ്ഞ? ആ കൊള്ളാം, പബ്ലിക്കായിട്ട് ഒരു ഐജിയുടെ തന്തയ്ക്കാ വിളിക്കുന്നത്. പുള്ളി അപ്പോഴേ തോക്കെടുത്ത് കുരിയാച്ചന്റെ നെഞ്ചത്ത് വെക്കും. നീ പൊട്ടിക്കോ? പൊട്ടിക്കും. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, 2 കൈ പൊക്കെ പിന്നെ വെടിവെക്കാൻ പാടില്ല. അമിതാഭ് ബച്ചൻ അങ്ങനെ. ആശ്വാസമായി. അങ്ങനെ തൽക്കാലം തോക്കിന്റെ മുമ്പിൽ നിന്ന് ജീവൻ രക്ഷിച്ച് കുരിയാച്ചൻ കുടുംബത്ത് വന്ന് കയറുമ്പോ സ്വന്തം ഭാര്യ ഉൾപ്പെടെ എല്ലാരും വട്ടം കൂടിയിരുന്ന് ഊക്കുന്നു. പക്ഷെ എന്നതൊക്കെ ആന്നേലും ഇന്നിവൻ തെറുതിച്ചേടത്തിയോട് പറഞ്ഞ് ചെറ്റത്തരവാ. അമ്മയുടെ പ്രായമില്ലേ ആശ്രയിക്കും? സാറേ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഒരുമാതിരി. എന്നതാണോ ഞാൻ അറിഞ്ഞേ? നീ പോയി അവരോട് ആ ചെറ്റവർത്താനം പറയുന്നത് ഞാൻ അറിഞ്ഞു. നിന്റെ കെട്ടും ചെയ്തത് ശരിയാണോ? അല്ല, അച്ചായൻ ആ ചേട്ടത്തിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവരെ ചെന്ന് കണ്ട അച്ചായൻ മാപ്പ് പറയണം. ഹോ, ഇതിലും ഭേദം പള്ളിമുറ്റത്ത് വെച്ച് വെടിപൊട്ടി ചാവുന്നതായിരുന്നു. വന്ന കുടുംബത്ത് പോലും പട്ടി വിലയായി. അപ്പൊ പുള്ളിയുടെ ഭാര്യ തറപ്പിച്ചങ്ങ് പറയും, തെറുതിച്ചേടതിയോട് ചെന്ന് മാപ്പ് പറയാതെ ഇനി വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം പോലും തരത്തില്ലെന്ന്. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ഗതി കെട്ടപ്പുലി പുല്ലും തിന്നും, കടുവ കാടിവെള്ളവും കുടിക്കും. ഇനി ഭാര്യയുടെ തല്ലും കൂടെ കൊള്ളേണ്ടത് കരുതി കടുവ നേരെ തെറുതിച്ചേടതിയോട് മാപ്പ് പറയാൻ ചെല്ലും. പക്ഷേ തെറുതിച്ചേടതിയും കടുവയെ ഊക്കി വിടും. ചേടത്തിയോട് മാപ്പ് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ഇവൻ ഇപ്പോ ഉണ്ടായേക്കുന്നത് പശ്ചാത്താപമല്ല, ഭയമാ, ഭയം. ഈ സംസ്ഥാനം ഭരിക്കുന്ന IG ജോസഫ് ചാണ്ടിയോടും അമ്മയോടും ആ മുട്ടിയേക്കുന്നുള്ള ഭയം. ചേടാ, ഇതെന്തോന്ന് ഊക്ക് വണ്ടിയോ? ആ ഇടവകയിൽ ഇനി ആരും അങ്ങേരെ ഊക്കാൻ ബാക്കിയില്ല. ആ പിയാനോ പള്ളിയിലച്ഛൻ എവിടെയെങ്കിലും കൊണ്ടുവെക്കട്ടെന്നങ്ങ് വിചാരിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ചുമ്മാ വരുന്ന ഐജിയുടെ വായിൽ കോലിട്ടിളക്കി പണി മേടിച്ചുകൊണ്ടിരിക്കുക. ആ കഴപ്പങ്ങ് തീർന്നല്ലോ അല്ലേ? എന്തായാലും ഇത്തവണ ജോസഫ് ചാണ്ടി കുരിയാച്ചനിട്ട് പണിയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പാലാ സ്റ്റേഷനിൽ കുരിയാച്ചന്റെ ശിങ്കടികളായ എല്ലാ പോലീസുകാരെ അങ്ങ് സ്ഥലം മാറ്റും. പകരം SI ഡൊമിനിക്കും ടീമും വന്ന് ചാർജ് എടുക്കും. ഡൊമിനിക്ക, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ബെഞ്ചമിൻ സാറിന് സുഖമാണോടാ? തന്തയ്ക്ക് പറയുന്നോടാ നായേ. ചേടാ, ഇങ്ങേർക്ക് ഇത് തന്നെയാണോ പണി? ഐജിയുടെ തന്തയ്ക്ക് വിളിച്ച് തന്നെ കലിപ്പായിട്ടിരിക്കുക. അപ്പോഴാ പുതിയ SIയുടെ തന്തയ്ക്ക് കൂടെ വിളിക്കുന്നത്. തന്തയ്ക്ക് പറയാ മാത്രമല്ലടാ, ഈ നാട് മുഴുവൻ നോക്കി നിൽക്കേ. നിന്റെ തന്തയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട്. അല്ല, കണക്ക് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ. ഈ സിനിമ ഇറങ്ങുന്നത് 2022. അന്നേരം ഷാജോണിന് 45 വയസ്സ്, പൃഥ്വിരാജിന് 40 വയസ്സ്. അല്ല, അത് പോട്ടെ, അത് നമുക്ക് വിടാം. ഈ സിനിമയിലെ SI ഡൊമിനിക് എന്ന ക്യാരക്ടർ കണ്ടാലും ഒരു 45 വയസ്സ് പറയും. കുരിയാച്ചനും ഒരു 40 വയസ്സ് കണ്ടാൽ പറയും. അപ്പോൾ ഡൊമിനിക്കിന് 45 വയസ്സെങ്കിൽ ഡൊമിനിക്കിന്റെ അച്ഛൻ ബെഞ്ചമിന് ഒരു 75 വയസ്സെങ്കിലും കാണും. 75 വയസ്സുള്ള കിളവനെയാണോ കുരിയാച്ചൻ എടുത്തിട്ട് ഇടിച്ചത്? താനൊക്കെ ഒരു മനുഷ്യനാണോടോ?
சண்டை போடுற மாதிரி கொடுங்க. என்ன மாதிரி பெர்ஃபார்மன்ஸ் பண்றாங்க? എന്തായാലും അവിടുന്ന് അങ്ങോട്ട് കുര്യാച്ചന് വെച്ചടി കയറ്റമാണ്. SIയുടെ തന്തയ്ക്ക് വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോ വീടിന്റെ മുറ്റത്ത് ജോസഫ് ചാണ്ടി പുതിയ സെമിത്തേരി പണിയുന്നു. അല്ല മാഷേ, അവർ ഈ വസ്തു വിറ്റോ? വിറ്റല്ലോ. നമ്മുടെ കരിങ്കണ്ടത്തെ IG മേടിച്ചേക്കുന്നേ, ജോസഫ് ചാണ്ടി സാറേ. ജോസഫോ? അപ്പൊ ഈ കുര്യാച്ചൻ ഭയങ്കര ക്യാഷ് ടീമാണ്. സ്വന്തമായിട്ട് ബാറും തോട്ടവും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു സെമിത്തേരി വന്നു കഴിഞ്ഞാൽ മനസമാധാനമായിട്ട് രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് എന്നാൽ പിന്നെ സ്വന്തം ബാറിൽ പോയി 2 പെഗ് അടിച്ച് റിലാക്സ് ചെയ്യാന്നും വെച്ച് കുര്യാച്ചൻ ബാറിൽ ചെന്ന് നോക്കുമ്പോൾ ബാറിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്ത് ബാറും പൂട്ടി സീൽ ചെയ്ത് താക്കോലും കൊണ്ട് പോലീസുകാർ പോകുന്നു. അവന്റെയൊക്കെ ഒരു കണുവാക്കുന്ന ബാറ് മുട്ടുമ്പം തരം നോക്കി മുട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ചേടാ, ബാറും കയ്യിൽ നിന്ന് പോയല്ലോ. എന്നാൽ പിന്നെ സ്വന്തം തോട്ടത്തിൽ പോയെന്ന് ചില്ലൗട്ട് ചെയ്യാന്നും വെച്ച് കുര്യാച്ചൻ തോട്ടത്തിൽ ചെല്ലുമ്പം പുള്ളിയുടെ വീട്ടിനകത്ത് പോലീസിന്റെ റെയ്ഡ്. സ്വന്തം വീട്ടിൽ പോലീസുകാർ റെയ്ഡ് ചെയ്യുന്നത് അറിഞ്ഞ് ദേഷ്യം കൊണ്ട് വരച്ച കുര്യാച്ചൻ എന്നാൽ പിന്നെ SI ഡൊമിനിക്കിനെ ഒന്ന് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി കളയാന്ന് വിചാരിച്ച് വിളിച്ചപ്പം വെച്ചിട്ട് പോടാ. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയേക്കാമെന്ന് കരുതി ജീപ്പ് എടുത്ത് 100-110 സ്പീഡിൽ പറപ്പിച്ചു വന്നപ്പോ വഴിയിൽ പോലീസിന്റെ ചെക്കിങ്. ഇതിന്റെ ലൈസൻസ് എവിടെ? അപ്പൊ ലൈസൻസ് ഇല്ലാതെ ആയുധം കൈവശം വെച്ചതിന് മുതലാളി ഞങ്ങൾ അങ്ങ് അറസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്നാ പിന്നെ ഇനി കുറച്ചു കാലം ജയിലിൽ കിടന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പം ആരാണ്ടൊക്കെ ചേർന്ന് പുള്ളിയുടെ തോട്ടത്തിന് തീയിട്ട് കംപ്ലീറ്റ് കത്തിപ്പോയി. ഇതിപ്പോ ബാറും പോയി, തോട്ടവും കത്തി, വീടിന് മുന്നിലാണ് സെമിത്തേരിയും വന്നു, വീട്ടിലാണെങ്കിൽ റെയ്ഡ് കഴിഞ്ഞിട്ട് നേരവും ഇല്ല, ഇങ്ങേരാണെങ്കിൽ ജയിലിലും. ഇതാ പറയുന്ന വായി കിടക്കുന്ന നാക്ക് കൊള്ളത്തില്ലെങ്കിൽ പണി അങ്ങ് പാലായാലും കിട്ടുമെന്ന്. ഒരു മനസ്സുഖം. കടുവയുടെ വായിലിരിപ്പിനും കയ്യിലിരിപ്പിനും ഇതൊന്നും കിട്ടിയാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ജോസഫ് ചാണ്ടിയുടെ ഭാഗത്താണ് ന്യായം. പക്ഷേ പടത്തിന്റെ ഹീറോ കുര്യാച്ചൻ ആയതുകൊണ്ട് മാസ് BGM സോങ്ങും ഒക്കെ കുര്യാച്ചന് മാത്രമേ കിട്ടൂ. പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തണ്ണീര പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹതായ പോലവൻ നായാടാൻ മനസ്സുകൊണ്ടൊരുക്കമായി. ചിറകുണ്ട് പണമുണ്ടെന്ന് അഹങ്കരിക്കും പാമ്പെ, ഇവയൊന്നും ചിരകാലം ഇരിപ്പതല്ല. പാരാകെ വിഷം തുപ്പും കൂടിയിലെ പാമ്പേ ചൊല്ല്, നേരിനെ ജയിപ്പാൻ നീ കരുത്തനാണോ? നമ്മുടെ ബാർ ലൈസൻസ് പോയടാ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. മതമടി മുടി നിറയും പാമ്പേ, മതി മതി കളി മതി നിന്നാട്ടം. രണ്ടാളിലെ ഒരുവൻ മണ്ണിൽ വീഴും വരെ ഇനി ഈ യുദ്ധം. ഇപ്പൊ എല്ലാ ദിവസവും റെയ്ഡുണ്ട് ചായ. ഇവരെല്ലാരും പേടിച്ചിരിക്കുക. മനമാണമിടുക്കന്റെ പടക്കുതിര, മതിയാണ പോരാളിക്ക് തിളങ്ങും വേല്. കുതിരതൻ കാലിൽ ചുറ്റി പിടിക്കും പാമ്പേ പേടി, കുതിരക്കുളം പഠിച്ച് കൊതിക്കും വീരൻ. പക്ഷേ കയ്യിലെ താന്തോന്നിത്തരവും വായിലെ വെളിവില്ലാത്ത നാക്കും കാരണം എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും എത്രയൊക്കെ തിരിച്ചടികൾ നേരിട്ടാലും കുര്യാച്ചൻ തളരില്ല. കാരണം കുര്യാച്ചൻ ഇപ്പോ പഴയ കുര്യാച്ചനല്ല. 10-20 കേസുണ്ട് സ്വന്തം പേരിൽ. സ്പിരിറ്റ് കടത്തടക്കം. വെറുതെ ഒരു മനസുഖത്തിന് ചൊറിയാൻ പോയതാ. ഇപ്പൊ 10-20 കേസ് തലയിലായി. അതോടെ കടുവയ്ക്കൊരു കാര്യം മനസ്സിലാവും, ഇനി കർത്താവ് വിചാരിച്ചാലേ രക്ഷയുള്ളെന്ന്. ഔസേപ്പുട്ടി, നീ ബൈബിളിൽ ഉപദ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിക്കണം. എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം അതിലെഴുതിയിട്ടുണ്ട്. പക്ഷെ കടുവയ്ക്ക് അറിയാം IG ജോസഫ് ചാണ്ടി ആളൊരു മടിയന്. പുള്ളി വീട്ടിൽ ചെന്ന് ബൈബിൾ എടുത്ത് വായിക്കാനൊന്നും പോണില്ല. എന്നിട്ട് വായിച്ചെന്ന് കള്ളം പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് കടുവ തന്നെ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. ഉപദ്യാവിന്റെ പുസ്തകം. തമ്പുരാൻ അധികാരമുള്ള നാമത്തിൽ അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ അതിന്റെ സകല പ്രവർത്തകരുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനാൽ തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം
എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖവാ, ഇനി അങ്ങോട്ട് സുഖവാ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി സ്വന്തം കുടുംബത്ത് വന്ന് കയറിയ കുര്യാച്ചൻ അപ്പോഴാണ് അറിയുന്നത് പിയാനോ വായിച്ച് തളർന്ന പൂവമ്പാറയച്ചൻ തനി പൂവൻകോഴിയുടെ സ്വഭാവം കാണിച്ചെന്ന്. കോഴി മിസസ് കടുവയെ കയറി പിടിച്ചു. ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഒരേ ഒരു ദിവസം ഇറങ്ങിപ്പോടാ കള്ളപ്പാതിരെ ഇറയത്തു. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. എന്റെ വേദനകൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അല്ല, ഇതും ഒരു കണക്കിന് കടുവയുടെ നാക്കിന്റെ കുഴപ്പമോ? മര്യാദയ്ക്ക് പള്ളിമേടയിൽ പിയാനോയും വായിച്ച് സ്തുതിഗീതവും പാടിയിരുന്ന പള്ളിയിലച്ഛനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു. പുള്ളി വീട്ടിൽ വന്ന് ഭാര്യയെ കയറി പിടിച്ചിട്ട് പോയി. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കടുവ ഉടനെ പൂവമ്പാറച്ചനെ ഇടിച്ചങ്ങ് പൂവമ്പഴമാക്കുമെന്ന്. പക്ഷേ ജയിലിൽ പോയി മാനസാന്തരപ്പെട്ട് വെജിറ്റേറിയനായി മാറിയ കടുവ പറയും അപ്പേട്ടനൊരു പ്രശ്നത്തിനും പോത്തില്ല. അപ്പോൾ പോലീസുകാരെ കടുവയ്ക്ക് മാത്രമല്ല പണി കൊടുക്കുന്നത്, കടുവയുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആട്, കോഴി, സിന്ധിപ്പശു തുടങ്ങിയ സാധു ജീവികൾക്കും പണി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മിസ്സിസ് കടുവ മിസ്റ്റർ കടുവയോട് പറയും, അതെ, നിങ്ങൾ ജയിലിൽ പോയ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ വിക്ടർ നിങ്ങളെ സഹായിക്കാൻ നോക്കിയതിന് പോലീസുകാർ വിക്ടറിനെ എടുത്തുകൊണ്ട് പോയി ഇടിച്ച് ഇഞ്ച പരുവാക്കി അയൽ ഉണക്കാൻ വിരിച്ചേക്കുക. നിങ്ങൾ അവിടം വരെ ഒന്ന് ചെന്ന് അവനെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന്. അങ്ങനെ കുരിയച്ചനും വയ്യാതെ കിടക്കുന്ന വിക്ടറിനെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കും. കിട്ടി ഇല്ലയോടാ? അടിച്ച് ചെവിക്കല്ലളക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാണ്ട അനുഭവത്തേ വന്നു. നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നുള്ള നേരാ. ഒരുത്തൻ അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? കാപ്പി മാത്രം ആക്കണ്ട, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു. എന്നാ പിന്നെ നല്ല വാട്ടക്കപ്പ വേവിച്ചതും പോത്തുകറിയുണ്ട്, എടുക്കട്ടെ? തകർത്തു. പെട്ടെന്നാട്ടെ, വിശപ്പുണ്ട്. ഒരുത്തനിവിടെ ഇടിയും കൊണ്ട് ചെവിയും പോയി പഞ്ചറായി പണ്ടാറടങ്ങി കിടക്കുമ്പോഴാണ് അങ്ങനെ വാട്ടക്കപ്പയും പോത്തുകറിയും കയറ്റുന്നത്. അപ്പൊ ഇതുകൂടെ ആയപ്പോഴേക്കും കുര്യാച്ചൻ ഉറപ്പിച്ചു, ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. റിവെഞ്ച്, പ്രതികാരം, പക അത് വീട്ടാനുള്ളതാണ്. ബാറും തോട്ടമൊക്കെ പോയി ഇപ്പോൾ വരുമാനം ആകെ മുട്ടി ആകെ കഷ്ടപ്പാടിലാണെങ്കിലും ബുദ്ധിമാനായ കുര്യാച്ചൻ തൻ്റെ ബാക്കിയുള്ള തോട്ടവും വീടും പറമ്പും കൂടെ വിറ്റ് തൊലയ്ക്കും. ഒരു കൈ കുടയായി തണലേകുമ്പോൾ ഇത്രയൊക്കെ വിൽക്കണം. പിന്നല്ലാതെ ഒന്നും രണ്ടൊന്നുമല്ല, 22 ക്രിമിനൽ കേസാ. അതിന് ഇത് തന്നെ തികയുമോന്ന് അറിയാത്ത. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് 3/4 ഭാഗം സ്വത്ത് IG ജോസഫ് ചാണ്ടിയെ ചൊറിയാൻ ചെന്ന് അങ്ങേര് പണി കൊടുത്ത് കയ്യിൽ നിന്ന് പോയി. മിച്ചമുള്ള കുറച്ച് എസ്റ്റേറ്റും വീടും പറമ്പും വിറ്റ് തൊലച്ചു. ഇതൊക്കെ എന്തിനാ? രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് മന്ത്രിസഭ താഴെയിട്ട് മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ച് പുതിയ മുഖ്യമന്ത്രിയെ കയറ്റിയിരുത്തി IG ജോസഫ് ചാണ്ടിയുടെ പ്രമോഷൻ തടഞ്ഞ് റിവെഞ്ച് എടുക്കാൻ. അങ്ങനെ കുര്യാച്ചൻ തൻ്റെ കുടുംബം വിറ്റ കാശ് പ്രതിപക്ഷ നേതാവ് കുഞ്ഞിത്തൊമ്മൻ കൊണ്ട് കൊടുക്കും. ഈ കുഞ്ഞിത്തൊമ്മൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഏത് സ്റ്റേജിലും ഈ അറ്റംപ്റ്റ് പാളിപ്പോവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുവരെ മുടക്കിയ പണം നിങ്ങളങ്ങ് മറന്നേക്കും. പക്ഷെ ഒരു ചേഞ്ചിന് വേണ്ടി കുഞ്ഞിത്തൊമ്മൻ ഇത്തവണ ചതിക്കില്ല. മന്ത്രിസഭ താഴെ വീണു. കുഞ്ഞിത്തൊമ്മൻ മുഖ്യമന്ത്രിയായി IG ജോസഫ് ചാണ്ടിയുടെ പ്രമോഷൻ തടഞ്ഞു. The government has temporarily frozen your promotion as multiple allegations against you are currently under investigation. അങ്ങനല്ലയോ അതേൽ എഴുതിയേക്കുന്നത്? ഹേ മിസ്റ്റർ, അങ്ങേര് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ IG ആണ്. ADGP ആയിട്ട് പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് വെച്ച് പുള്ളിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ അതുപോലാണോ കുര്യാച്ചൻ്റെ കാര്യം? കുര്യാച്ചൻ ഈ പ്രൊമോഷൻ തടയാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബം വരെ വിറ്റ് തൊലച്ച് കുളം തോണ്ടി വഴിയാധാരമായി. ഇതുപോലൊരു മണ്ടൻ. ഇതിനെയാണ് പറയുന്നത് മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന്.
അങ്ങനെ കുരിയാച്ചൻ ജോസഫ് ചാണ്ടിയുടെ പ്രൊമോഷൻ എല്ലാം തടഞ്ഞ് റിവഞ്ച് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ 6 മാസം മുമ്പ് ഒരുത്തൻ എൻ്റെ ഭാര്യയെ കയറി പിടിച്ചായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ഫ്രീ ടൈമും ഉണ്ട്. എന്തായാലും കൊള്ളാം. SI സോമശേഖരനെ ആടുതോമയിടിച്ച് പൊട്ടക്കണത്തിലിട്ടതുപോലെ വികാരജീവിയായ വികാരിയച്ഛനെ കടുവയിടിച്ച് പള്ളിക്കണത്തിലിടും. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണത്തിലിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. അപ്പൊ ഞാൻ ഈ പടത്തിന്റെ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയപ്പോൾ കാസ്റ്റ് ലിസ്റ്റില് മാളവിക മേനോന്റെ പേരും കണ്ടു. പക്ഷെ 2 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടും മാളവികയെ ഞാനങ്ങും കണ്ടില്ല. ഒടുക്കം ഞാൻ പോയി ചാറ്റ് GPT വരെ ചോദിച്ചു. പക്ഷേ ചാറ്റ് GPT വരെ തർപ്പിച്ച് പറഞ്ഞു ഈ പടത്തിൽ മാളവിക ഉണ്ടെന്ന്. അങ്ങനെ 3ാമത്തെ തവണ മുഴുവൻ സിനിമയും 0.5x സ്പീഡിൽ സ്ലോ മോഷനിലിട്ട് കണ്ടപ്പോഴാണ് മാളവികയെ കണ്ടുകിട്ടിയത്. അല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആദ്യത്തെ തവണ ഈ സിനിമ കാണുന്ന നേരത്ത് ഞാൻ അറിയാതെ ഒന്ന് തുമ്മിയായിരുന്നു. ആ ഗ്യാപ്പിൽ ഈ ക്യാരക്ടർ മിസ്സായി പോയതാ. ഒരു മനുഷ്യനെ 5 സെക്കൻഡിൽ കൊല്ലാൻ പറ്റുന്ന 5 കാര്യങ്ങളെ ഈ ലോകത്തുള്ളൂ: ബുള്ളറ്റ്, ഇലക്ട്രിസിറ്റി, ന്യൂക്ലിയർ വെപ്പൺ, ഹെഡ് ഓൺ കൊളീഷൻ, ഷാജി കൈലാസ്. പലാപ്പള്ളി തിരുപ്പള്ളി പുകളെഴും ഡക്കുളി നാളാണേ, പലാപ്പള്ളി തിരുപ്പള്ളി പുകളെഴും ഡക്കുളി നാളാണേ. ആവോ ദാമാരോ ആവോ ദാമാരോ ആവോ ദാമാരോ ആവോ ദാമാരോ. അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും കുരിയാച്ചനെ കൊല്ലാൻ വേണ്ടി ജോസഫ് ചാണ്ടി ഒരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും. ഗുണ്ട എന്ന് പറഞ്ഞാൽ മുക്കാചക്രത്തിൻ്റെ സാധാ ഗുണ്ടയല്ല, ഒരു ബോൺ ക്രിമിനലായ എക്സ്ട്രീം ലെവൽ ബൈപോളാർ ഡിസോർഡർ ഉള്ള ഒരു സൈക്കോ കില്ലർ. ഒന്നാമതേ ബോൺ ക്രിമിനൽ, അതിൻ്റെ കൂടെ ബൈപോളാർ ഡിസോർഡർ അതിൻ്റെ എക്സ്ട്രീം ലെവൽ. അവന് കൊണ്ടുപോയി ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ ഒരു മയവും ഉണ്ടാവുകയല്ല. പക്ഷേ കുരിയാച്ചൻ ബാക്കിയുള്ളവരെ തല്ലുന്നത് കണ്ട് പേടിച്ച് സൈക്കോ കില്ലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കുരിയാച്ചൻ്റെ ആദ്യത്തെ ഇടിക്ക് തന്നെ ബോൺ ക്രിമിനലിൻ്റെ കിളി പറക്കും. ഒന്നുമില്ല, എന്റെ കൊച്ചിനൊന്നുമില്ല. ഏതോ ഉത്സവപ്പറമ്പിക്കണമല്ലോ. നല്ല ബെസ്റ്റ് ഓട്ടം. ഈ ഭാസ്കരൻ ആരാന്നാ പറഞ്ഞു? ഒന്നാമതേ ബോൺ ക്രിമിനൽ, അതിൻ്റെ കൂടെ ബൈപോളാർ ഡിസോർഡർ അതിൻ്റെ എക്സ്ട്രീം ലെവൽ. അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റിൽ കുരിയാച്ചൻ ജോസഫ് ചാണ്ടിയെ ഇടിച്ചു തോപ്പിക്കും. ഈ പഴയ മുഖ്യമന്ത്രിയുടെ കുറച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ജോസഫ് ചാണ്ടി സഹായിച്ചു എന്നും പറഞ്ഞ് ജോസഫ് ചാണ്ടിയെ ജയിലിലിടും. പക്ഷേ സിനിമ തീർന്നതിന് മുമ്പ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അങ്ങനെ ഒടുക്കം നീയും ഇവിടെ എത്തി അല്ലേ? പക്ഷേ ഒന്നും തീർന്നെന്ന് കരുതണ്ട. അയ്യോ, അങ്ങനെ ഒരു കരുതലും ഇല്ല. ഞങ്ങൾക്കറിയാം ഇതൊരു ഷോർട്ട് ബ്രേക്ക് മാത്രമാണെന്ന്. നീ അകത്ത് കിടന്ന് ബ്രേക്ക് എടുക്കുന്നു, ഞങ്ങൾ പുറത്തും. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ സത്യത്തിൽ ആരാണ് ഈ സിനിമയിലെ വില്ലൻ? IG ജോസഫ് ചാണ്ടിയാണോ? വികാരജീവിയായ വികാരിയച്ഛനാണോ? അതോ ഇനി തെറുതിച്ചാടതിയാണോ? അത് മറ്റാരുമല്ല. ആ പേര് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരും ഒന്ന് പ്രയാസപ്പെടും. അത്രയ്ക്ക് ബഹുമാന്യനാണ്, ആദരണീയനാണ്, നീതിമാനാണ്, സത്യസന്ധനാണ്. In spite of all that, he is the worst criminal I have ever come across in my whole career, and that is you. ഫാദർ വട്ടശ്ശേരി. പാല കുടമറ്റം പള്ളി. വട്ടശ്ശേരി അച്ഛനാണ് ഈ സിനിമയിലെ ഒളിഞ്ഞിരിക്കുന്ന വില്ലൻ, ദ മാസ്റ്റർ മൈൻഡ്. ഇത് പറയാൻ കാര്യം, ഫാദർ റോബിൻ പൂവമ്പാറയെ ബീഹാറിലോട്ടോ പഞ്ചാബിലോട്ടോ എങ്ങാണ്ട് പണിഷ്മെന്റ് ആയിട്ട് അയക്കാനാണ് സഭ തീരുമാനിച്ചത്. പക്ഷെ അത് വേണ്ട, കുരിയാച്ചന്റെ ഇടവകയിലോട്ട് തന്നെ വിട്ടാൽ മതിയെന്ന് വാശി പിടിച്ചത് വട്ടശ്ശേരി അച്ഛനാണ്.
ഈ റോബിൻ പൂവമ്പാറ അവിടെ വന്നതുകൊണ്ടാണ് കുരിയാച്ചൻ പുള്ളിയെ കയറി ചൊറിയാൻ പോയതും തെറിച്ചേടതിയുമായിട്ട് ഉടക്കിയതും അതുവഴി ജോസഫ് ചാണ്ടിയെ വെറുപ്പിച്ചതും സ്വത്തും തോട്ടവും കയറിക്കിടക്കുന്ന വീടും വരെ പോയി തെണ്ടി കുത്തുവാള എടുത്ത് വഴിയാധാരമായതും. ഈ വട്ടശ്ശേരി അച്ഛന് കുരിയാച്ചനോട് എന്തായിരുന്നു ഇത്ര വലിയ ശത്രുതയെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് കാണിക്കുമായിരിക്കും. അപ്പോൾ ഈ പടം റിലീസായി തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തിയേറ്റർ റെസ്പോൺസ് ചോദിച്ചപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത് അടിപൊളി പടമാണെന്ന്. ഇതുകൂട്ടുള്ള സിനിമകളാണല്ലോ, അപ്പോൾ ഇതുകൂട്ട് സിനിമകളാണ് കൂടുതൽ റിലീസ് ചെയ്യുന്നത്. അപ്പം അതുകൂട്ടുള്ള സിനിമകൾ അതുകൂട്ട് ഇതുകൂട്ടൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് പടം അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളൊരു പടം സക്സസ് ആയി കഴിയുമ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്ത് കാര്യത്തിന്? ഫസ്റ്റ് പാർട്ടിൽ നായകന് കിട്ടിയ ഊക്കൊന്നും പോരെ, ഇനി സെക്കൻഡ് പാർട്ടും കൂടെ എടുത്ത് കുരിയാച്ചന് ഇനി ഊക്ക് മേടിച്ചു കൊടുക്കണോ? അതിനിടയ്ക്ക് ഫസ്റ്റ് ഡേ തിയേറ്ററിന്റെ നടക്കൽ ചെന്നതെന്ന് സത്യസന്ധമായ റിവ്യൂ പറഞ്ഞ ആറാട്ടെണ്ണനെ ചിലരൊക്കെ എടുത്തങ്ങ് കൊടുത്തു. നല്ല പടങ്ങൾ എല്ലാത്തിനും നല്ല പടങ്ങൾ വരുമ്പോ നീ ആരാ? നല്ല പടമായത് അങ്ങനെ പറയുന്നത് ഒരു പടത്തെ തനിക്കല്ല പറയുന്ന കാര്യം. നല്ല പടം തന്നെ, അടിപൊളി പടമാ, ഇവരാണോ പടം നിശ്ചയിക്കുന്നേ? പുള്ളിയാണോ പടം നിശ്ചയിക്കുന്നേ? നീ ഉള്ള പടം മൊത്തം നശിപ്പിക്കാൻ നടക്കാണോ? മലയാള സിനിമ മുഴുവനും നശിപ്പിക്കാൻ ഇവരെ പോലുള്ളവരാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഏതോ ജെനുവിൻ സിനിമാ സ്നേഹിയാണ്, മലയാള സിനിമയോട് അത്രമേൽ സ്നേഹമുള്ള ഏതോ ഒരു പ്രേക്ഷകനാണ്, മലയാള സിനിമ തകരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തല്ലിപ്പൊളി പടത്തിന് വേണ്ടി പോലും ഇങ്ങനെ കടന്ന് ചൂടാവുന്നതെന്നൊക്കെ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങേരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ്. മാങ്കൂട്ടത്തിൽ കുഞ്ഞപ്പ ചേട്ടന്റെ വീട്ടിൽ തവിടും ഗോതമ്പും മാത്രം കൊടുത്തു വളർത്തിയ 2.5 കിലോ തൂക്കം വരുന്ന നല്ല നാടൻ പൂവൻ. മീശ പഠിച്ച് അഭിനയിച്ചാൽ ആളെ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? പുള്ളിക്കാരനും ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ആറാട്ടെണ്ണൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോൾ അങ്ങേർക്ക് കയറി കൊണ്ടത്. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ആ പടം എടുത്തവർക്കറിയാം എന്റെ കഷ്ടപ്പാട്. 2 വർഷമായിട്ട് കഷ്ടപ്പെട്ടവർക്കറിയാം പടം. ഇത്ര കഷ്ടപ്പെട്ട് ലോജിക്ക് പോലും ഇല്ലാത്തൊരു തല്ലിപ്പൊളി പടം എടുക്കാൻ നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചോ? കാര്യം ആറാട്ടെണ്ണം തിയേറ്ററിന്റെ നടക്കിൽ കിടന്ന കോമാളി കളിയാണെങ്കിലും അയാളുടെ അഭിപ്രായം പറഞ്ഞ ഉടനെ സിനിമയുടെ അണിയർ പ്രവർത്തകരെല്ലാവരും കൂടെ വട്ടം ചേർന്ന് ആക്രമിക്കുന്നതും ഇതുപോലെ ഓരോ ഷോ കാണിക്കുന്നതും അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ജേക്സ് ബിജോയുടെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ നന്നായിരുന്നു. ഈ സിനിമയെ കുറച്ചെങ്കിലും വാച്ചബിൾ ആക്കുന്നത് ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതേപോലെ ആക്ഷൻ രംഗങ്ങളിലുള്ള ഷാജി കൈലാസിന്റെ മേക്കിംഗ് അതിഗംഭീരമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഷാജി കൈലാസ് വൻ പുലിയാണ്. അദ്ദേഹത്തിന്റെ പല ഐക്കോണിക് ഷോട്ടുകളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതുവല്ലം മനുഷ്യനൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ നീല ക്ലിയർ അടിച്ചിട്ട് ഒരു വക ആരും കണ്ടിട്ടില്ല. പൃഥ്വിരാജിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ എവിടെ വിട്ടോ അവിടെ തന്നെ നിൽക്കുകയാണ് കടുവാക്കുന്നേൽ കുരിയാച്ചൻ. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. പിന്നെ കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? വിവേക് ഒബ്രോയ് തന്റെ വേഷം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൂസിഫറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് വിവേക് ഒബ്രോയെ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് 1-2 ഷോട്ടോടെ ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് പറ്റിച്ചഭിനയിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ കടുവയുടെ വായിക്കൊണ്ടുവന്ന് തലവെക്കേണ്ടത്ര ദാരിദ്ര്യമൊന്നും അങ്ങേർക്കില്ല. ഈ സിനിമ റിലീസിന് മുൻപും അതിന് ശേഷവും ധാരാളം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ പടത്തിന്റെ തിരക്കഥ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് ജിനൂവി എബ്രഹാം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. പക്ഷേ കോടതിയിൽ സ്ക്രിപ്റ്റ് വായിച്ച ജഡ്ജിന് മനസ്സിലായി ഇതുപോലൊരു തല്ലിപ്പൊളി തിരക്കഥ മോഷ്ടിക്കാനും മാത്രം ഗതികേടുള്ളവന്മാർ കേരളത്തിലെങ്ങും ഇല്ലെന്ന്. അപ്പോഴാണ് കൂനിന്മേൽ കുരിയാച്ചൻ എന്ന് പറഞ്ഞ പോലെ ശരിക്കുള്ള കുരുവിനാക്കുന്നേൽ കുറുവച്ചൻ കടുവ ടീമിനെതിരെ കേസ് കൊടുത്തത്. അങ്ങനെ ഇപ്പം ഞാനറിയാതെ എൻ്റെ പേരും വെച്ച് നിങ്ങൾ പടം ഉണ്ടാക്കണ്ടെന്ന്. അവസാനം കോടതി ഇടപെട്ട് നായകൻ്റെ പേര് കുറുവച്ചൻ എന്നത് മാറ്റി കുരിയാച്ചൻ എന്നാക്കിയതിനു ശേഷമാണ് ഈ പടം റിലീസ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. കുരിയാച്ചനായാലും കറിയാച്ചനായാലും ഇത്തരം കോട്ടയം അച്ചായൻ മാസ് റോളൊന്നും പൃഥ്വിരാജിന് ചേരത്തില്ലെന്ന്.
അത് മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ഒക്കെ ചേരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ ഏകദേശം കടുവ പോലെ ഇരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ആവോ ദാമാരോ